266 ദിവസമായി ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരത്തിന് ആവേശ സമാപനം. സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് സമരം നിർത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ ആശാ വർക്കർമാരുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല സമരത്തിനാണ് തൽക്കാലത്തേക്കെങ്കിലും സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് വിരാമമാകുന്നത്. 266 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് സമരം പ്രതിജ്ഞാ റാലിയോടെ ആശാ വർക്കർമാരുടെ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നത്. പ്രാദേശിക തലങ്ങളിലായിരിക്കും ഇനി സമരം നടക്കുക എന്നാണ് സമരസമിതി നേതാക്കൾ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് അല്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായാണ് 1000 രൂപ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകിയത്. ഇതോടെയാണ് ഈ അനിശ്ചിതകാല സമരത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു വിരാമമിടാൻ സെക്രട്ടേറിയറ്റിനിടയിലെ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എത്തിയത്. ഈ സമരം 365 ദിവസം പിന്നിടുന്ന 2026 ഫെബ്രുവരി 10-ാം തീയതി സെക്രട്ടേറിയറ്റിനിടയിൽ ഒരു ബഹുജന പരിപാടിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമരസമിതി. എന്തായാലും മഴയും വെയിലുമൊക്കെ ഏറ്റ് ആശാ വർക്കർമാരുടെ ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 266 ദിവസം തുടർച്ചയായി സമരം ചെയ്തതിന് ഒടുവിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഓണറേറിയം വർധനമെന്ന നടപടി സ്വാഗതം ചെയ്തുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ അവസാനിക്കുന്നത്.